പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം കൂടെ ചെലവിടുവാൻ കർത്താവ് നമുക്കൊരവസരം തന്നു. എത്ര പേർ ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയും, ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിക്കാം. വാട്ട് എവർ ദ സർക്കംസ്റ്റൻസ് യു ഗോ ത്രൂ, ലെറ്റ്സ് റിജോയ്സ് ഇൻ ഹിസ് നെയിം. ആ കർത്താവിൽ ഒന്ന് സന്തോഷിക്കാൻ തുടങ്ങിക്ക്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കർത്താവ്, ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന സകല കാര്യത്തിനും പൂർണ്ണ അധികാരം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും അതെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. ആ അധികാരം എനിക്ക് ഗോഡ് ഹാസ് പാസ്ഡ് ഇറ്റ് ഓൺ ടു മീ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഞാൻ പിതാവിന്റെ അടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലുത് എന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യും. ഇഫ് യു ബിലീവ് ഇൻ ഗോഡ്, കർത്താവാണ് നിങ്ങൾക്ക് ആശ്രയമെങ്കിൽ, ദൈവത്തിൽ മാത്രമാണ് ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നെങ്കിൽ, നമ്മൾ ഈ ലോകത്തിൽ ആശ്രയിക്കുന്ന പലതും തീർന്നു പോകും. നമ്മൾ പണത്തിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി സമ്പത്തുണ്ടായിരിക്കാം. ആ പണത്തിൽ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ പണം ചിലപ്പം നമ്മളെ സഹായിക്കാൻ മേലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നെന്നിരിക്കാം. പല കാര്യങ്ങൾ നമ്മൾ ആശ്രയിച്ചിട്ടുള്ള പലതും നമ്മളെ സഹായിക്കണമെന്ന് ഇല്ല. എന്നാൽ കർത്താവിൽ ആശ്രയിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ തല ഒരിക്കലും കുനിഞ്ഞു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഗോഡ് ഈസ് നോട്ട് എംബാരസ്ഡ് അബൌട്ട് എനി സിറ്റുവേഷൻ യു ഗോ ത്രൂ. ഒന്നിനെ കുറിച്ച് കർത്താവിന്, ഞാൻ കടന്നു പോകുന്ന ഒരു സാഹചര്യം കണ്ട് അയ്യോ കർത്താവ് ഹോട്ട് സീറ്റിൽ ഇങ്ങനെ പ്രയാസപ്പെട്ടൊന്നും കർത്താവ് ഇരിക്കുകയല്ല. ഓൾറെഡി കർത്താവ് അതിന് പരിഹാരം കണ്ടു. പ്ലീസ്, സകലതും നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞ് പിതാവിന്റെ വലത്തുഭാഗത്ത് താൻ കടന്നുപോയി ഇരിക്കുകയാണ്. ആ ഇരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അധികാരം കർത്താവ് തന്നു. ഹി ഹാസ് പാസ്ഡ് ഇറ്റ് ഓൺ ടു മീ. ജസ്റ്റ് വി ഹാവ് ടു ബിലീവ് ഇൻ ഹിം. കർത്താവിൽ അങ്ങ് വിശ്വസിച്ച് ഒന്ന് മുമ്പോട്ട് പോയാൽ മതി. ഒന്നിനും നമ്മുടെ ജീവിതത്തിൽ കുറവ് വരാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തന്നു. കർത്താവ് കൂടെയുണ്ട്, ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് വാക്കു പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രതികൂലവും പ്രതിസന്ധിയും വന്നാലും അവിടെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ്, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും നമുക്കുണ്ടായിരിക്കണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 57-ാമത്തെ വാക്യം പറയുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ മരണം, ഇനി അതിന്റെ മുമ്പിലുള്ള വാക്കുകൾ മരണത്തെക്കുറിച്ചാണ്. മരണത്തിനപ്പുറത്തും നമ്മളെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്നൊക്കെ ആ മരണത്തെ വെല്ലുവിളിച്ചിട്ട് പറയുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും എല്ലായ്പ്പോഴും നമുക്ക് ജയം നൽകുന്ന, എന്താ ഈ ലോകത്ത് കർത്താവ് എല്ലാത്തിനെയും ജയിച്ചതുകൊണ്ടാണ് നമ്മൾ ജയാളികളായി തീർന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്ന മരണമല്ലേ, അല്ലെ? എല്ലാ മനുഷ്യനും പകച്ചു പോകുന്ന, എല്ലാ മനുഷ്യനും ഇനി ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം മരണമാണ്. ആ മരണത്തെ പോലും ജയമായിട്ട് കാണാം. കാരണം അതിന്റെ അപ്പുറം ദൈവം നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം വീട് ഒരുക്കി ജീവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പൗലോസ് പറയുന്നത്, കേവലം ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ കർത്താവിനെ പിൻപറ്റിയിരിക്കുന്നുവെങ്കിൽ നമ്മളെ പോലെ അരിഷ്ട മനുഷ്യൻ വേറെയില്ല. കേവലം നമ്മൾ കർത്താവിന്റെ സന്നിധി വന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് കർത്താവ് ഡെഫിനറ്റ്ലി ഗോഡ് വിൽ മീറ്റ് ഇറ്റ്. അത് എന്താണെങ്കിലും അത് കർത്താവ് നൽകി തരും. പക്ഷെ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ് കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നൊന്ന് നന്ദി പറയാം. ഞങ്ങളെ ജയോത്സവമായി, എല്ലായിടത്തും ജയോത്സവമായി. പ്രതികൂലം കാണും, പ്രശ്നം കാണും, പക്ഷെ അവിടെയും നമ്മുടെ തല താഴാതെ ഒരു പ്രതികൂലത്തിൽ, ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ ഒന്നുകൂടെ കർത്താവിൽ ആശ്രയിച്ച് ആ ജയം തരുന്ന കർത്താവിന്റെ കൂടെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ആ കർത്താവിൽ ആശ്രയിച്ചാൽ, ഞാൻ പറയാം, ഗോഡ് ഇസ് നോട്ട് എംബാരസ്ഡ് റിഗാർഡിങ് അവർ നീഡ്സ്.
നമ്മുടെ റെജി ഒരു വിഷയത്തിലൂടെ കടന്നു പോവുകയാണല്ലോ, അതുകൊണ്ട് എന്നാ ചെയ്യുമെന്നൊന്ന് ഓർത്ത് കർത്താവിന് ഭാരമില്ല. നമ്മുടെ ഏത് പ്രതിസന്ധിക്കകത്തും എൻ്റെ കർത്താവ് പോക്കുവഴികളെ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഷീന എന്ന് പറഞ്ഞതുപോലെ എല്ലായിടത്തും എല്ലായ്പ്പോഴും എന്നെ നിങ്ങളെയും ജയോത്സവമായി നടത്തുന്ന ഒരു കർത്താവുണ്ട്. ജയം തരുന്ന കർത്താവിന് ഏത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മരണം. ആ മരണത്തിന്റെ അപ്പുറമുള്ള നിത്യതയെക്കുറിച്ച് പൗലോസ് പറഞ്ഞിട്ട് താൻ പറയുന്ന ഒരു കാര്യം, പ്രൈസ് എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം ക്രിസ്തുയേശുവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നതും ഓടിയതും ചെയ്തതും ഒന്നും മറന്നു കളയാൻ കർത്താവ് അനീതിയുള്ള ദൈവമല്ല. മൈ ഗോഡ് ഇസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. താൻ തന്റെ വചനത്തിൽ വിശ്വസ്തനാണ്. താൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ താൻ ശക്തനാണ്. ഡു നോട്ട് വെറി അബൌട്ട്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് ഏലിയാവ് ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഴ പെയ്യത്തില്ല എന്ന് ഏലിയാവ് പറയുകയാണ്. നോക്ക്, മഴ പെയ്തില്ല, വലിയ ഡ്രൗട്ട് ഉണ്ടായി, വലിയ ഫാമിൻ ഉണ്ടായി. ആ വലിയ ഡ്രൗട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏലിയാവ് നോക്ക് കെരീത് തോട്ടിന്റെ അരികിൽ പോയി ഇരിക്കുകയാണ്. പ്ലീസ്, അവിടെ ഇരിക്കുമ്പോൾ കാക്കയെ വിട്ട് ഏലിയാവിനെ പോറ്റി പുലർത്തുന്ന ഒരു സമയത്തിലൂടെ കടന്നുപോയി. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ആ കെരീത് തോട്ടിലെ വെള്ളം പറ്റിയപ്പം പ്ലീസ് നീ എഴുന്നേറ്റ് ഒരു വിധവയുടെ വീട്ടിലോട്ട് ചെല്ല്. അവിടെ ആ വിധവയെ സറാഫത്തിലെ ഒരു വിധവയുണ്ട്, ആ വിധവയുടെ വീട്ടിലോട്ട് ചെന്നു. അവിടെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, അവിടെ വേണ്ടതെല്ലാം ഐ പ്രൊവൈഡ് എന്ന് കർത്താവ് പറഞ്ഞപ്പം ഐ ഹാവ് ഓൾറെഡി പ്രൊവൈഡഡ് ഫോർ ഇറ്റ്. ഞാൻ വിധവയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്ന് വിധവയോട് ചോദിക്കുക, എനിക്ക് അടതാ, എനിക്ക് കഴിക്കാന്താ. ഉടനെ പുള്ളിക്കാരി പറയുകയാണ്, ഇല്ല, ഇവിടെ ആകെ ഉച്ചരമാവും ഇച്ചര എണ്ണയും, ഞാനും മകനോട് ഇത് കഴിച്ചിട്ട് ഞങ്ങൾ ചാകാനിരിക്കുകയാണ്. ബാക്കി ഒന്ന് വായിക്കാം. അതിന്റെ 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 17-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാം. ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയത്. നോക്ക്, ഏറെ നാളെ ആകെ ഒരു പിടിയേ ഉള്ളൂ, ആകെ ഒരടച്ചുടാനുള്ളതേ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതേ കലത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞത്, കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല, അതൊരിക്കലും തീർന്നു പോകത്തില്ല. അതേ കലശത്തിൽ നിന്ന് എണ്ണയെടുത്തു, അതേ പാത്രത്തിൽ നിന്ന് എന്ത് ചെയ്തു, മാവ് പുറത്തെടുത്തു. കർത്താവിന് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഗോഡ് ഈസ് ഓൾറെഡി പ്രിപ്പയർഡ് എവരിത്തിങ് ഫോർ യു ആൻഡ് മീ. എനിക്കും നിങ്ങൾക്കും വേണ്ട സകലതും, ഒന്ന് വിശ്വസിച്ച്, സകലതും ഒരുക്കി കർത്താവ് കഴിഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കുക, എന്തായിത്തീരും, ഒന്നും ആകത്തില്ല. ഇന്ന് കടന്നു പോകുന്ന ഒരു വിഷയത്തിനും നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. അതിന്റെ അകത്ത് ക്രിസ്തുയേശു മുഖാന്തരം എല്ലായിടത്തും എനിക്ക് എന്തുണ്ട്, ജയമുണ്ട്. ഐ വിൽ കം ഔട്ട് വിക്ടോറിയസ്. പലപ്പോഴും ഞാനും നിങ്ങളും കടന്നു പോകുന്ന ആ വിഷയങ്ങളാണ് ഈ ദൈവം. നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് പോയി നോക്കിയാലേ, ദൈവം മനുഷ്യനെ ദൈവം ആദ്യം മനുഷ്യനെയാണോ സൃഷ്ടിച്ചത്, അതോ മനുഷ്യന് വേണ്ടി എൻവയോൺമെന്റ് ആണോ സൃഷ്ടിച്ചത്? അല്ലെ, ആദ്യം എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഓക്സിജനും അറ്റ്മോസ്ഫിയറും എല്ലാം എന്ത് ചെയ്തു, ദൈവം സൃഷ്ടിച്ചു. അതിനുശേഷം ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഫസ്റ്റ് ഹി പ്രിപ്പയർഡ് എ കമ്പാർട്ട്മെന്റ്, അല്ലെ. അപ്പം പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, ഇറ്റ് ഈസ് ഗോഡ്സ് കമ്പാർട്ട്മെന്റ് പ്രിപ്പയർഡ് ഫോർ യുവർ നീഡ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം, നിങ്ങളുടെ അത്ഭുതത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു കമ്പാർട്ട്മെന്റ് ആയിട്ട് അതിനെ കാണണം. ദൈവം ആദ്യം വേണ്ടിയതെല്ലാം ഒരുക്കി വെച്ചു, എന്നിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ശ്വാസം, തോമസുകാർ ഇടയ്ക്ക് പറയും, മനുഷ്യൻ ശ്വാസം മുട്ടിയപ്പോഴല്ല ദൈവം ഓക്സിജൻ സൃഷ്ടിച്ചത്. നോക്ക്, ദൈവം എല്ലാം ഗോഡ് ഹാസ് ഓൾറെഡി പ്രിപ്പയർഡ് ഇറ്റ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാം, ഒന്നും നിങ്ങൾ താന്നു പോകത്തില്ല, നിങ്ങൾ ഒരിക്കലും തകർന്നു പോകത്തില്ല, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല.
നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ ഞാൻ ആവർത്തിച്ച് വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ട സകലതും എന്റെ കർത്താവ് ദാനമായി കർത്താവ് തന്നിട്ടുണ്ട്. സോ ഡു നോട്ട് വെറി അബൌട്ട് എനിത്തിങ്. ഞാൻ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, കർത്താവിന് ഗോഡ് ഇസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ഇറ്റ്. കർത്താവിന് അതിനെക്കുറിച്ച് ഒന്നും ഭാരമില്ല. കർത്താവിന് അറിയാം, ഓൾറെഡി ഹി ഹാസ് പ്രൊവൈഡഡ് എവരിത്തിങ് ഫോർ യു ആൻഡ് മീ. എനിക്കും നിങ്ങൾക്കും വേണ്ടതെല്ലാം എന്റെ കർത്താവ്, എന്റെ ജീവനും ഭക്തിക്കും വേണ്ട സകലതും എന്റെ കർത്താവ് എനിക്ക് ദാനമായി തന്നിട്ടുണ്ട്. വി ഹാവ് ടു റേസ് അവർ ഹെഡ്. നമ്മുടെ തല ഉയർത്തി ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് വിശ്വസിച്ചാൽ മതി. അത് വിളിച്ചു പറയാൻ ഇവിടെ നോക്കിക്കേ, ഇവിടെ പറഞ്ഞ എനിക്ക് ആ വാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം. യു ഹാവ് ടു റിലീസ് ദ വേർഡ് വാട്ട് യു വാണ്ട് ടു സീ. നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങണം. യു ഹാവ് ടു പ്രൊക്ലെയിം ഇറ്റ്. യു ഹാവ് ടു സേ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് വേണം പറയാൻ. നിങ്ങൾ ഡോണ്ട് സേ അബൌട്ട് ദ സിറ്റുവേഷൻ. നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറിച്ച് പറയാനല്ല. ആ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു എൻവയോൺമെന്റ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നോക്ക്, ഗോഡ് ക്രിയേറ്റഡ് എൻ എൻവയോൺമെന്റ് ഫോർ ഹ്യൂമൻ ബീയിങ്, അല്ലെ? മനുഷ്യന് വാസം ചെയ്യാൻ ഒരു സ്ഥലം ദൈവം സൃഷ്ടിച്ചു, ഒരു കമ്പാർട്ട്മെന്റ് സൃഷ്ടിച്ചു മനുഷ്യൻ. എന്നിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ട സകലതും എന്റെ കർത്താവ് ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്ലീസ്, യു ഹാവ് ടു സീ ഇറ്റ്. അത് കാണാൻ തുടങ്ങണം, അത് പറയാൻ തുടങ്ങണം, അത് അനുഭവിക്കാൻ തുടങ്ങണം. ഇല്ല, തീർന്നുപോയി, ഇനി രക്ഷയില്ല, എല്ലാം പോക്കടിച്ചു, ഇനി നഷ്ടമാണ്, എല്ലാം തകർന്നുപോയി, ഇനി തരിപ്പണമായി, ആരുമില്ല, എനിക്കാരുമില്ല, ആ വാക്കുകളല്ല പറയേണ്ടത്. പലപ്പോഴും മനുഷ്യൻ ആ വാക്കുകളാണ് പലപ്പോഴും പറയുന്നത്, എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. പക്ഷേ ഇവിടെ ദൈവവചനം പറയുകയാണ്, ഏലിയാവ് പറയുകയാണ്, ഞാൻ പറഞ്ഞതുപോലെ തനിക്കറിയാം, താൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. പലപ്പോഴും ഈ ദൈവത്തിന്റെ പ്രവർത്തികൾ പലപ്പോഴും ഇറ്റ് ഈസ് ഓൾ സ്മോൾ ബിഗിനിങ്സ്, ചെറിയ തുടക്കങ്ങളാണ്. ആ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ. നോക്ക്, ദൈവം ദാവീദിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഹി വാസ് എ ഷെപ്പേർഡ് ബോയ്, സാധാരണ ഒരു ആട്ടിടയനായിരുന്നു. എന്നാൽ തന്നെ ഏൽപ്പിച്ചിരുന്നതിൽ താൻ വിശ്വസ്തനായിരുന്നു. തന്റെ ആടിനെ പിടിക്കാൻ വന്ന കരടി ആയിക്കോട്ടെ, സിംഹത്തെ ആയിക്കോട്ടെ, he took care about the sheep. അവൻ ആടിനെ എന്ത് ചെയ്തു? സംരക്ഷിച്ചു, അതിനെ കാത്തു പരിപാലിച്ചു. ആ തന്നെ ഏൽപ്പിച്ചിരുന്ന അല്പത്തിൽ താൻ വിശ്വസ്തനായിരുന്നു. ഉടനെ കർത്താവ് എന്ത് ചെയ്തു? തന്റെ വിശ്വസ്തത കണ്ട്, തനിക്ക് ദൈവാശ്രയം കണ്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് കണ്ട് അധികത്തിൽ വിചാരകനാക്കി. ആൻഡ് ഗോഡ് മെയ്ഡ് ഹിം ദ കിങ്. നോക്ക്, തന്റെ യോഗ്യതയല്ല, തന്റെ മിടുക്കല്ല, തന്റെ ശരീരത്തിന്റെ സ്ട്രക്ചർ വളരെ മോശമാണ്, തനിക്ക് വലിയ മസിലുകളോ യുദ്ധവീരനോ ഒന്നും അല്ല. പക്ഷേ തനിക്ക് തന്നെ ഏൽപ്പിച്ചിരുന്ന ആ കൊച്ചു കാര്യത്തിൽ താൻ വിശ്വസ്തനായിട്ട് നിന്നപ്പോൾ അധികത്തിൽ ദൈവം എന്ത് ചെയ്തു? വിചാരകനാക്കി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ആ പ്രതിസന്ധിക്കകത്ത് ഫൈറ്റ് ഇറ്റ് ഔട്ട്. അത് നിങ്ങളുടെ കയ്യിൽ നോക്കിക്കേ, ആയുധങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. നമ്മുടെ ആയുധങ്ങൾ ജഡികമായിട്ട് ആയുധങ്ങളല്ല. എല്ലാ വാഴ്ചകളെയും ഇടിക്കാൻ തക്കവണ്ണം ഒരായുധം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ പേരാണ് ദൈവത്തിന്റെ സർവായുധ വർഗം. ആ വിശ്വാസവും ആ ദൈവാശ്രയവും എല്ലാം ഒന്ന് ബ്രിങ് ഇറ്റ് ഔട്ട്. അത് നിങ്ങളുടെ അകത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവന്ന് ആ നിങ്ങളുടെ സാഹചര്യത്തെ ഫൈറ്റ് ഇറ്റ് ഔട്ട്. അത് അവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഇല്ല ഞാൻ പറഞ്ഞിട്ടല്ല. ഏലിയാവ് പറഞ്ഞ ആ വാക്കില്ലേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനിയും മഴ പെയ്യത്തില്ല. എന്നാ ധൈര്യം ആ വാക്ക് വിളിച്ചു പറയാൻ. ഇവിടെ പറയുകയാണ്, ഏലിയാവ് പറഞ്ഞതുപോലെ നോക്ക്, ആ കലത്തിൽ നിന്ന് തന്നെ എണ്ണയെടുത്തു. ആ ക്ഷാമകാലം മുഴുവൻ, ദീർഘകാലം മുഴുവൻ ആകെ ഒരു പിടി എടുക്കുമ്പോൾ അടുത്ത പിടി അവിടെ കാണും, അടുത്ത എടുക്കുമ്പോൾ അടുത്ത പിടി കാണും. നമ്മളിങ്ങനെ തല ഇങ്ങനെ എത്തി നോക്കുമൊന്നും വേണ്ട, ഇനിയുണ്ടോ എന്ന് നോക്കണ്ട, അടുത്ത അവിടെ ഉണ്ട്, അടുത്ത ഇങ്ങനെ എടുത്താൽ മതി എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ ദൈവമക്കളെ നിങ്ങൾ നടക്കാൻ തുടങ്ങണം. നിങ്ങൾ എന്ത് കാണണമെന്ന് ആഗ്രഹിച്ചോ അത് നിങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങണം. ഗോഡ് ഈസ് ഓൾറെഡി പ്രിപ്പയർഡ്. എന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചതാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ഹി പ്രിപ്പയർഡ് എവരിത്തിങ് ഫോർ ദം. മനുഷ്യന് വേണ്ടിയ സകലതും ഒരുക്കിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലെ? നോക്കിയേ, ഈ ഓക്സിജനൊക്കെ മരങ്ങളൊക്കെ സൃഷ്ടിച്ച് നോക്ക്, കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് പോകുന്ന ഓക്സിജൻ, ആ സിസ്റ്റം എല്ലാം ദൈവം വേണ്ടിയ സിസ്റ്റം എല്ലാം മനുഷ്യന് വേണ്ടി. ആദ്യത്തെ ഏദൻ തോട്ടത്തിൽ നദികളാണ്, ഒരു നദി മതി വെള്ളം കുടിക്കാൻ, പക്ഷെ ദൈവം നദികളാണ് സൃഷ്ടിച്ചത്.
സകലതും എന്റെ കർത്താവ് ഉളവാക്കിയെങ്കിൽ എന്റെ ജീവനും ഭക്തിക്കും വേണ്ട എല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ബിലീവ് ഇറ്റ്. ഒന്നിനും നിങ്ങളെ താക്കത്തില്ല, ഒന്നും നിങ്ങളെ തകർത്ത് കളയത്തില്ല. നിങ്ങൾ ജയാളിയായിരിക്കും. മുമ്പോട്ട് ധൈര്യമായിട്ട് തല ഉയർത്തിപ്പിടിച്ച് ഒന്ന് മുമ്പോട്ട് പോയിക്കേ. ആ ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ അതിന്റെ 4:19 പറയുകയാണ്, എന്റെ ദൈവമോ, മൈ ഗോഡ്, ആരോടോ പറയുകയാണ്, എന്റെ ദൈവമോ. നമ്മൾ പലപ്പോഴും ഈ സൺഡേ ഈ വാക്യം എടുക്കുന്നത് പലപ്പോഴും ഞായറാഴ്ച സ്തോത്രാഴ്ച എടുക്കുമ്പോഴും കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുമ്പോഴും, പക്ഷെ മൈ ഗോഡ് ഷെൽ സപ്ലൈ ഓൾ യുവർ നീഡ്, അവിടെ ഓളെന്ന് എഴുതിയിരിക്കുന്നത്. നോക്ക്, നിങ്ങളുടെ പൈസയുടെ കാര്യം മാത്രമല്ല, പ്രീസ് നോക്ക്, ഇത് ഫിസിക്കലാണ്, ഇത് മെന്റലാണ്, ഇത് ഇമോഷണലാണ്, നമ്മുടെ ഹെൽത്ത് ആയിരിക്കും, നമ്മുടെ ഫിനാൻസ് ആയിരിക്കും. ഹി സപ്ലൈസ് ഓൾ യുവർ നീഡ്സ്. ഐ ബിലീവ് ഇൻ ദാറ്റ് വേർഡ്. പൗലോസ് ഇത് സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നോക്ക്, 4:15 മുതൽ വായിക്കുമ്പോൾ പറയുകയാണ്, ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ട എന്നാലേ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് ഞാൻ അറിയുന്നു. 16-ാം വാക്യം, തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ടത് എല്ലാം ഉണ്ട്. നമുക്ക് അതൊരു വെളിപ്പാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, ഞാൻ സമൃദ്ധിയായിട്ടിരിക്കുന്നു. നോക്ക്, എനിക്ക് ആ ബോധ്യം ദൈവമക്കൾക്ക് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ഈ കണ്ടന്റ്മെന്റ് ആണ് ഏറ്റവും വലിയ കാര്യം. ഈ തൃപ്തി, അനേകർക്ക് തൃപ്തിയില്ല. അനേകർക്ക് ഈ 5 അപ്പം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവര് ശിഷ്യന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു ബാലകന്റെ 5 അപ്പവും 2 മീനും ഉണ്ട്, അത് എന്തുള്ളൂ എന്ന ഒരു വാക്കുണ്ട് അവിടെ. ശിഷ്യൻ പറയാം, അത് ഇത്രയും വലിയ ജനത്തിന് അത് എന്തുള്ളൂ എന്നൊരു വാക്കുണ്ട്, അത് മതിയെന്നേ. ആ 5ഉം 2ഉം മതി. ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് ഈസ് എ ഗോഡ് ഓഫ് സ്മോൾ ബിഗിനിങ്സ്. കർത്താവ് ചെറിയ തുടക്കങ്ങളുടെ കർത്താവാണ്. ആ 5നെ വർദ്ധിപ്പിക്കുവാൻ എന്റെ കർത്താവിന് സാധിക്കും. നിന്റെ 5നെ എടുത്ത് എനിക്ക് 5 ഉണ്ട്, 5 ഉള്ളെന്ന് പറയാതെ 5 ഉണ്ട് എന്ന് പറഞ്ഞേ. എന്റെ കയ്യിൽ 5 ഉണ്ട്, 5 അപ്പവും 2 മീനും ഉണ്ട്. എന്റെ കൈ ശൂന്യമാണോ? ഞാൻ വിശ്വാസത്തോടെ ശൂന്യമായ കൈ ചുരുട്ടിപ്പിടിക്കും. ഞാൻ എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭത്തിൽ പ്രിയപ്പെട്ട 1 രൂപ പോലും എടുക്കാൻ കയ്യിലില്ലാഞ്ഞ സമയമുണ്ട്. സ്തോത്രകാഴ്ച ഇടുമ്പോൾ അന്ന് അവിടെ തോമസൂട്ടുകാർ നിന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് ഇത് വരിക. അവിടെ ഇടാൻ നിൽക്കും. ഇന്ന് സമാനമായി എന്നെ കേൾക്കുന്ന ആരോ ഉണ്ട് കേട്ടോ. സ്തോത്രകാഴ്ച ഇടാൻ നിൽക്കുമ്പോൾ തോമസൂട്ടുകാർ അവിടെ പറയും, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ? ഒരു കുഴപ്പമില്ല, ആ ശൂന്യമായ കൈ ചുരുട്ടിപ്പിടിച്ച് ഒന്ന് ദിവസം ഞാൻ ഈ ശൂന്യമായ കൈ ചുരുട്ടിപ്പിടിക്കും. 10 രൂപ ഒന്നുമില്ല, ഒരു 10 രൂപ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന് ആഗ്രഹിച്ച സമയങ്ങളുണ്ട്. ഒന്നുമില്ല, ഞാനിങ്ങനെ ശൂന്യമായ കൈ ചുരുട്ടിപ്പിടിക്കും. ഞാൻ ബക്കറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഇടത്തുവശത്തോട്ടും വലത്തുവശത്തോട്ടും നോക്കും, ആര് കാണുന്നുണ്ടോ എന്ന് നോക്കും പ്രിയപ്പെട്ടവരെ. പക്ഷെ അത് കണ്ട ഒരാളുണ്ട്. നമ്മൾ ഇടുന്ന തുകയുടെ വലിപ്പമൊന്നും അല്ല. ഗോഡ് ലുക്സ് ഇൻ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിലോട്ട് നിങ്ങളുടെ ആഗ്രഹമാണ് കർത്താവ്. നമ്മുടെ പൈസയുടെ വലിപ്പമൊന്നും അല്ല, ആഗ്രഹമാണ് കർത്താവ് തോക്കുന്നത്. അതല്ലേ ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറയാ, ഇവൾ ഏറ്റവും അധികം ഇട്ടിരിക്കുന്നു. ആ നാണയത്തൊട്ടുകളാണ് അവൾ ഇട്ടത്. അവൾ ഏറ്റവും അധികം എന്ത് ചെയ്തിരിക്കുകയാണ് ഇട്ട്. കാരണം അവിടെ കയ്യിൽ ഉണ്ടായിരുന്നത്, ഷി ഗേവ് ദ വെരി ബെസ്റ്റ്. ഉണ്ടായിരുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുത്തു. ഇവിടെ ദൈവവചനം പറയുകയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എല്ലാം, വാട്ട് എവർ യുവർ നീഡ്സ്. അത് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് നല്ല ഉറപ്പായിരിക്കണം. മൈ ഗോഡ് വിൽ ഗിവ് all my needs. He will meet all my needs. എന്റെ എല്ലാ ആവശ്യങ്ങളും എന്റെ കർത്താവ് നൽകി തരും. എന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, God is not embarrassed seeing your need. നിങ്ങളുടെ ആവശ്യം കണ്ട് അയ്യോ ഇത്ര വലിയൊരു ആവശ്യമാണോ എന്നൊന്ന് ഓർത്ത് കർത്താവ് ഭയപ്പെട്ട്, കർത്താവ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഐ ഹാവ് ഓൾറെഡി ഗിവൺ ദം, ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പ്ലീസ്, അതുകൊണ്ടാണ് പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, പ്ലീസ് അവിടെ ഹൃദയ കണ്ണുകളെ ഒന്ന് തുറക്കണം, വിശുദ്ധന്മാരിൽ അവർക്കുള്ള അവകാശത്തിന്റെ മഹിമാധനം ഒന്ന് കാണാൻ തക്കവണ്ണം. പ്ലീസ്, അത് എങ്ങനെയാ? വിശ്വാസം പറയാൻ തുടങ്ങണം, വിശ്വാസം കാണാൻ തുടങ്ങണം, വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങണം. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചോ. പറഞ്ഞ് സൃഷ്ടി. എന്റെ പപ്പായുടെ സ്വഭാവം, യേശു ഇരുട്ടായിരുന്നപ്പോൾ പറഞ്ഞു വെളിച്ചം
ഉണ്ടാകട്ടെ. നോക്ക്, പറഞ്ഞാണ് കർത്താവ് സൃഷ്ടി. അതുപോലെ നിങ്ങളുടെ ആവശ്യം എന്നാണോ അത് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ സൃഷ്ടിച്ചോണം. എന്റെ കാര്യം മാത്രം ഇങ്ങനെ, എന്റെ കാര്യം മാത്രം ഒന്നും നടക്കുക. എനിക്കിങ്ങനെ പറയുന്ന ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ അറിയാം. അവര് 10 വർഷം മുമ്പേ ഇത് ഇങ്ങനെ തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്നും ഇങ്ങനെ തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. 10 വർഷം മുമ്പേ എന്തായിരുന്നു അവസ്ഥ, ഇന്നും അത് തന്നെയാണ് അവസ്ഥ. നേരെ മറിച്ച് ഒന്നുമില്ല, 10 വർഷം മുമ്പ് ഒന്നുമില്ല, ഞാൻ വിശ്വാസം മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തിയുടെ ജീവിതങ്ങൾ മാറുന്നത്, അത്ഭുതകരമായി മാറുന്നത്, വിസ്മയം പോലെ മാറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. വാട്ട് യു സേ നോക്ക്, ആ ക്രിയേറ്റിംഗ് പവറാണ്. നിങ്ങൾ കർത്താവിന്റെ പകരക്കാരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് കർത്താവ് ഇവിടെ ഒരു സാഹചര്യത്തിൽ കർത്താവ് നിൽക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നോ അതിന് പകരമായി എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ. കർത്താവിന്റെ പകരക്കാരാണ് നിങ്ങൾ. We stand on behalf of God. കർത്താവ് ചെയ്യുന്നത് ചെയ്യാൻ കർത്താവ് ജോൺ 14 കർത്താവ് പറയുന്നത്, ഞാൻ പിതാവിന്റെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിലും വലുത് അല്ലെ. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കർത്താവ് ചെയ്തതിലും വലുതല്ലേ അപ്പോസ്തലന്മാരുടെ കയ്യാൽ നടന്നത്? ആണോ? കർത്താവ് നോക്കിയേ, കർത്താവ് തൊട്ട രോഗികൾ സൗഖ്യമായി, കർത്താവിനെ തൊട്ട രോഗികൾ സൗഖ്യമായി. എന്നാൽ പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ സൗഖ്യങ്ങൾ നടന്നു. ഞാൻ ചെയ്തതിനും വലുത് ചെയ്യുമെന്ന് ഉണ്ട്. ബ്രിങ് ഇറ്റ് ഔട്ട്. അത് അകത്ത് വെക്കാതെ അത് നമ്മുടെ ഒരു സാഹചര്യം വരുമ്പോഴാണ് അത് പുറത്തു കൊണ്ടുവരുന്നത്. അവിടെയെല്ലാം തീർന്നു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി രക്ഷയില്ല, എനിക്കാരുമില്ല, എന്റെ കാര്യം മാത്രം ഇങ്ങനെയാണ് എന്നുള്ള നിരാശയുടെ വാക്കുകൾ പറയും. ഇതിന്റെ അകത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇതിന്റെ അകത്ത് കർത്താവ് ചില വഴികൾ എനിക്ക് വേണ്ടി തുറക്കും. അങ്ങനെ വിശ്വാസത്തോടെ ഒന്ന് വിളിച്ചു പറഞ്ഞേ. ഇവിടെ ദൈവവചനം പറയും, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്ത് നമ്മുടെ ദൈവവും പിതാവുമായനെ എന്നേക്കും മഹത്വം. നോക്ക്, പൂർണ്ണമായും തീർത്തു തരും. എന്നാണോ നിങ്ങളുടെ ആവശ്യം? ഫിനാൻഷ്യൽ മാത്രമല്ല, നമ്മുടെ ഫിസിക്കൽ നീഡ് ആയിരിക്കാം, നമ്മുടെ എമോഷണൽ ആയിരിക്കാം, നമ്മുടെ ഫിനാൻഷ്യൽ ആയിരിക്കാം, ഏത് കാര്യങ്ങളും എന്റെ കർത്താവ് പൂർണ്ണമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് പറയാനുള്ളത്, കർത്താവ് ഇങ്ങനെ വലിയ ടെൻഷനൊന്നും അടിച്ചൊന്നും ഇരിക്കുകയല്ല. എൻ്റെ ഒരു നീഡ് കണ്ട് ഗോഡ് ഹാസ് ഓൾറെഡി ഗിവൻ, അത് ഒരുക്കി കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു വിശ്വാസത്തോടെ, ചിലതൊക്കെ കണ്ടോണ്ട്, ചിലതൊക്കെ പിടിച്ചെടുത്ത്, ബലാത്കാരികൾ അവർ എന്ത് ചെയ്യില്ല, അവർ പിടിച്ചെടുക്കുന്നവരാണ്. ദേ വിൽ ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. അവർ പിടിച്ചെടുക്കും. അങ്ങനെയൊന്ന് പിടിച്ചൊന്ന് എടുത്ത് നിങ്ങളുടെ ഇന്ന് പകൽ ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് വിടുതൽ വേണ്ടിയത് അതെന്ത് ചെയ്ത് പിടിച്ചെടുത്ത് നോക്ക്. ആ കലത്തിൽ നിന്ന് തന്നെ എടുത്തു. ആ കലത്തിൽ ആകെ ഇച്ചരമാവേ ഉള്ളായിരുന്നു, പക്ഷെ അതിന്റെ അകത്തുനിന്ന് തന്നെ നീണ്ട നാളുകൾ എടുത്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നീണ്ട വർഷങ്ങൾ, ഏറിയ നാളുകൾ അതേ കലത്തിൽ നിന്ന് എടുത്തു. തീർന്നു പോയില്ല, തീരത്തില്ല കേട്ടോ. തീരുവെന്ന് വിചാരിച്ചിരിക്കുന്ന ആരോടോ ഞാൻ പറയാം, തീരത്തില്ല. തീരുവെന്ന് വിചാരിച്ചെടുത്ത് ജയകരമായി കർത്താവ് നടത്തും. കർത്താവ് ആരാണെന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ തെളിയിക്കും. ഗോഡ് വിൽ പ്രൂവ്. നിങ്ങൾ കർത്താവിനെ പിൻപറ്റി നടക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് തെളിയിക്കും നിങ്ങളുടെ ജീവിതം. കർത്താവ് ആരാണെന്ന് തെളിയിച്ചു കൊടുക്കും. ഇന്നും തീരത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. ധൈര്യമായിട്ടിരിക്കും, തല ഉയർത്തി ഒന്ന് പിടിച്ച്. എന്നെ കേൾക്കുന്ന ആരോ മനുഷ്യരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടോടെ ഇരിക്കുന്ന ആരാണോ? ഇന്ന് നിങ്ങളുടെ പ്രതികൂലം എവിടെയാണോ അങ്ങോട്ടൊന്ന് ചെന്ന് ദൈവവചനം പറയുകയാണ്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിയാണ്. ഡോണ്ട് ട്രൈ ടു ഹൈഡ് യുവർ സെൽഫ്. നിങ്ങൾ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയാണ്. ഞാൻ അടച്ചിട്ടിരുന്ന, നിങ്ങൾക്കറിയോ, അടച്ചിട്ടിരുന്ന മുറിയിൽ, ഷിനായിക്കറിയാം, അടച്ചിട്ടിരുന്ന മുറിയിൽ ഒരു ജനലിന്റെ സൈഡ് മാത്രം ഇങ്ങനെ തോന്നുന്ന അതിന്റെ ഇടയിൽ കൂടെ ഞാൻ നോക്കും. ഭയമായിരുന്നു ലോകത്തെ നോക്കാൻ, ഭയമായിരുന്നു. സാമ്പത്തികമായ വലിയ തകർച്ച വന്ന് വെല്ലുവിളികളിലൂടെ പോയപ്പോൾ ഭയപ്പെട്ട് അടച്ചിട്ടിരുന്ന മുറിയിൽ ഞാൻ മാസങ്ങളിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഫോൺ അടിക്കുമ്പോൾ വഴക്കുണ്ടാവും, വലിയ ബഹളം നടക്കും ഫോൺ അടിക്കും. പ്രിയപ്പെട്ടവരെ, പക്ഷെ ഫേസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ ദൈവവചനമൊക്കെ കേട്ടതാ എന്റെ ധൈര്യം. അന്ന് കർത്താവിനാസൻ തങ്കുബ്രദറും തോമസ് ബ്രദറും ഒക്കെ പറയുന്ന ആ ദൈവവചനമൊക്കെ കേട്ടപ്പം അസാധാരണമായ ധൈര്യം ഉണ്ടായി.
വിഷയങ്ങളിൽ ഒളിച്ചിരിക്കാതെ വിഷയങ്ങളെ ഫേസ് ചെയ്യണം. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കണം. അതിന്റെ നേരെ എന്റെ ദൈവം, ഞാൻ പടക്കുറ്റത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എന്റെ പ്രതിസന്ധിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കർത്താവ് വഴി തുറക്കും. വഴി തുറന്നിട്ട് ചെല്ലാൻ നിൽക്കരുത്. നീ ചെല്ലുമ്പോഴാണ് വഴി തുറക്കുന്നത്. ചെല്ലുമ്പോഴാണ് സാഹചര്യം മാറുന്നത്. ചെല്ലുമ്പോൾ വഴികൾ തുറക്കാൻ തുടങ്ങും. ചെല്ലുമ്പോൾ അത്ഭുതം തുടങ്ങാൻ തുടങ്ങും. ചെല്ലുമ്പോൾ നിങ്ങൾ ഫേവർ കാണും. ചെല്ലുമ്പം നിങ്ങൾക്ക് വേണ്ടി ചിലരെ കർത്താവ് ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ കാണും. അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്തത് കാണത്തില്ല. ഇരുട്ടിന്റെ അകത്തത് കാണത്തില്ല. ഇറങ്ങി ചെന്നേ. അവിടെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എലിയാവിനോട് പറയുന്ന, അവിടെ ഞാൻ വിധവയോട് പറഞ്ഞു, വിധവയോട് വല്ലതും പറഞ്ഞു? വിധവയോടൊന്നും പറഞ്ഞിട്ടില്ല. അവള് ചാകാൻ നിൽക്കുക. വിധവയോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഏലിയാവ് പോയി പറഞ്ഞപ്പോ, അപ്പൊ പോയി പറയാൻ ഒരാൾ വേണം. ഏലിയാവ് പോയി പറഞ്ഞപ്പോ അവിടെ ക്രിയേറ്റീവ് മിറക്കിൾ ആണ്. അതിന്റെ അകത്ത് ഉളവായി. ഏലിയാവ് പോയി പറഞ്ഞു. നിന്റെ വാക്കാണ്, നീ പോയി പറയുമ്പം സംഭവം. നോക്ക്, അത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന അല്ലെന്നേ. നിന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായിക്ക് പ്രസ്താവിക്കാൻ പറ്റുന്നത്. അത് വായിന്ന് പുറത്തോട്ട് വരണം. ആ ക്രിയേറ്റീവ് സാധനം വായിന്ന് വെളിയിലോട്ട് വരണം. എനിക്ക് അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് തീരുന്നില്ല. പിന്നെ മാവിരിക്കുക, പിന്നെ ഇരിക്കുക, അവർക്കും എടുത്തിട്ട് പിന്നെ ഇരിക്കുക, പിന്നെ കൈയിടുക. ഇടയ്ക്ക് തലമുക്കി ഇനി ഉണ്ടോ നോക്കണ്ട, എടുത്താൽ മതി. ആവശ്യത്തിന് എടുത്താൽ മതി. എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തു യേശുവിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി, ആരുടെയൊക്കെയോ വിഷയങ്ങൾ പൂർണ്ണമായി മാറാൻ തുടങ്ങും. പൂർണ്ണമായി മാറിപ്പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ചില ചലഞ്ചസിന് ദൈവാത്മാവിൽ ഞാൻ ആശ്രയിച്ചാണ് എന്ന് വിളിച്ചു പറയുകയാണ്. അതിന്റെ പൂർണ്ണ വിടുതൽ. പല ദിവസങ്ങൾ പല പാർഷ്യലായിട്ടുള്ള പല കാര്യങ്ങളാണ് നിങ്ങൾ കണ്ട. എന്നാൽ ഈ ദിവസങ്ങളിൽ പൂർണ്ണമായ വിടുതൽ, പൂർണ്ണമായ അത്ഭുതം. ഇനിയും ആ സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ കാണാത്തതുപോലെ ആ വിഷയത്തിന് പൂർണ്ണമായി എന്റെ കർത്താവ് വിടുവിക്കാൻ പോവുകയാണ്. എന്റെ ദൈവമോ, ബുദ്ധിമുട്ടൊക്കെ every need will be met. Every need. ആരോട് പറയാം? every need. വിടുതലില്ലാത്ത ഒരു വിഷയം പോലും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് we are going to pray. നമ്മൾ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് കരമൊക്കെ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിപ്പിക്കുന്നു. ആ കരമൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ച് let us pray together. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില പുതിയ തുടക്കങ്ങൾ വരികയാണ്, പുതിയ ആരംഭങ്ങൾ വരികയാണ്. God is going to do something mighty in your life. നിങ്ങൾ പോലും വിസ്മയത്തോടെ കാണുന്ന ചില കാര്യങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് എനിക്ക് എന്തൊക്കെയോ ഒന്ന് God is adding something, എന്തൊക്കെയോ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ, എന്തോ ഒരു വാതിൽ കർത്താവ് തുറക്കുന്നത് പോലെ. ചുറ്റും നോക്കിയ ഇരുട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന വ്യക്തിയോട് പറയുകയാണ്, ഓപ്പൺ ദാറ്റ് ഡോർ. ആ ഡോർ വലിച്ചൊന്ന് തുറന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി തല ഉയർത്തി പിടിച്ചിട്ടൊന്ന് വായിച്ചേ. എന്നിട്ട് വിളിച്ചു പറഞ്ഞേ, എന്റെ ദൈവമോ, എന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തു യേശുവിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായും തീർത്തു തരും എന്ന് വിളിച്ചങ്ങോട്ട് പറഞ്ഞു. ആ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. യു വിൽ സീ ഓപ്പൺ ഡോർസ്. നിങ്ങളുടെ ജീവിതത്തിൽ വാതിലുകൾ തുറന്നു വരുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം. തല താഴത്തില്ല കുഞ്ഞ്, തല താഴത്തില്ല. പ്രീസ്തോ, നമ്മള് സ്വർഗത്തിലോട്ട് നോക്കി ദൈവമേ എന്ന് വിളിക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെ വിളിക്കും അല്ലേ, അയ്യോ കർത്താവേ എന്ന് നമ്മൾ വിളിക്കും. പ്രീസ്തോ, കർത്താവ് പറയുന്നത് നീ പറയാനാണ്. ക്രിയേറ്റ് ഇറ്റ് ബൈ സെയിങ്. ദൈവം എങ്ങനെ സൃഷ്ടിച്ചോ അതുപോലെ. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ കർത്താവിന് പകരക്കാരായിട്ട് കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. കർത്താവ് ചെയ്യേണ്ടത് ചെയ്യാൻ, കർത്താവിന് വേണ്ടി, കർത്താവിനെ പോലെ, കർത്താവിന് പകരക്കാരായി കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. യു സ്റ്റാൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്. അവിടെ നിന്നുകൊണ്ട് ചെയ്ത്, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത്, അവിടെ നിന്നോട് കാണേണ്ടത് പറയാൻ അങ്ങോട്ട് തുടങ്ങിയിട്ട് സേ ടു ദ മൗണ്ടൻ എന്നാണ് കർത്താവ്. Don't say about the mountain, say to the mountain. Go cast into the sea. നീ കടലിൽ പോയി ചാടുക. നിങ്ങളുടെ വിഷയത്തോട് കടലിൽ പോയി ചാടാൻ പറഞ്ഞു. കടലിന്റെ ആഴങ്ങൾ അവനെ നിങ്ങൾ പോയി ചവിട്ടി മുക്കണം. ആദ്യം എന്റെ മനസ്സിന്റെ അകത്ത് ഇവിടെ അബോട്ട് ചെയ്യേണ്ടത്. അബോട്ടിട്ട് നിങ്ങളുടെ സിറ്റുവേഷനെ അബോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ അകത്താണ്. അബോട്ട് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ആദ്യം അതിന്റെ അകത്ത് പടപടപടപടാന്നൊക്കെ ചങ്കിടിക്കുന്ന സമയം വരും.
എന്നാൽ അവിടെ ദൈവവചനമൊക്കെ വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിനെ വെട്ടണം. ഇല്ല, ഇതിന്റെ അകത്ത് കർത്താവ് അത്ഭുതം ചെയ്യും. ഇതിന്റെ അകത്ത് എനിക്ക് വേണ്ടി ചില വാതിലുകൾ കർത്താവ് തുറക്കും. ഐ വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇതിന്റെ അകത്ത് ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണും. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ വഴികൾ എനിക്ക് വേണ്ടി തുറന്നു വരും. വിളിച്ചങ്ങോട്ട് പറയണം. ആൻഡ് കിൽ ഇറ്റ് ഇൻ യുവർ മൈൻഡ്. അതിനെ അകത്ത്, മനസ്സിന്റെ അകത്ത് ഉടച്ചു കളയണം. ഒന്നും ഭയപ്പെടല്ല. യേശു ആ കർത്താവ്. ആൻഡ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു. കേട്ട വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവെ. ഞങ്ങളിൽ നിന്ന് ആ ദൈവവചനം ഞങ്ങളുടെ പ്രതിസന്ധികളിൽ പറഞ്ഞുവിടാൻ വചനം ചുറ്റിക പോലെയാണെന്ന് പറഞ്ഞു. വചനം പാറയെ തറക്കുന്ന ചുറ്റിക പോലെയാണെന്ന് വചനം പറയുന്നു കർത്താവെ. ആ പ്രതികൂലത്തിന്റെ മുമ്പിൽ നിന്ന് കർത്താവെ ആ വചനം കൊണ്ട് ആ പ്രതികൂലത്തെ തകർക്കുവാനുള്ള ദൈവശക്തിയാൽ ഓരോ മക്കളും നിറയണമേ കർത്താവെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ ഉണ്ട്, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ്. കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. പ്രതിസന്ധികളിൽ ഇട്ടിട്ട് പോകുന്ന കർത്താവില്ല, പ്രതികൂലങ്ങളിൽ മാറി നിൽക്കുന്ന കർത്താവില്ല. കൂടെ ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മളെ വഴി നടത്തുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ഹല്ലേലൂയ, ഒരു പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, സ്വർഗത്തിലെ ദൂതന്മാരുണ്ട്. ആരുമില്ലെന്ന് ഇനി വിചാരിക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വത്താൽ ഓരോ മക്കളും നിറയട്ട് കർത്താവെ, പൊതിയട്ട് കർത്താവെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറട്ടെ. രോഗബന്ധനങ്ങളെ എല്ലാം ഞങ്ങൾ ശാസിക്കുന്ന കർത്താവെ. അത്ഭുത വിടുതലുകളും സൗഖ്യങ്ങളും ഓരോരുത്തരുടെ മേലും. ആരുടെയോ ക്യാൻസർ സൗഖ്യമാകുന്നത് ദൈവാത്മാവ് എന്നോട് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ നീ ഭയപ്പെട്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ക്യാൻസർ സൗഖ്യമാകട്ടെ. യേശു ഇന്നലെ പറഞ്ഞതുപോലെ ആ ഒരു പേപ്പറിൽ ആ സഹോദരി ചെയ്തതുപോലെ ക്യാൻസർ എന്ന് എഴുതി ആ പേര് എന്നാ ലങ് ക്യാൻസർ ആണോ ആ പേരങ്ങോട്ട് എഴുതിക്കേ. യേശുവിന്റെ നാമത്തിന്റെ തീ അങ്ങോട്ട് കത്തിച്ച്, തീക്കകത്തോട്ട് അതിനെ കത്തിച്ചു കളഞ്ഞേ. നിന്റെ ക്യാൻസറിനെ നീ തന്നെ കത്തിച്ചു കളഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. വിടുതലുകളും സൗഖ്യങ്ങളും ജീവിതത്തിൽ നടക്കട്ടെ. വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. തലമുറകളെ കർത്താവ് തോടണമേ. അവരെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. അവരിൽ നിന്ന് ദൈവശക്തി പുറപ്പെടട്ടെ കർത്താവെ. അത്ഭുതങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എല്ലാം യേശുവിന്റെ നാമത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ തന്നെ ചാമ്പലാകട്ടെ. അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിന്റെ നിറവ് വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ചില വഴികൾ നിന്റെ മക്കൾക്ക് വേണ്ടി തുറക്കണമേ. വാതിലുകൾ തുറക്കപ്പെടട്ടെ. എല്ലാ നിരാശയും മാറട്ടെ, ദുഃഖം മാറട്ടെ. മനസ്സിന്റെ അകത്ത് യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയത്തെയും മനസ്സിന്റെ അകത്ത് തന്നെ ഇടിച്ചു കളയാൻ കർത്താവ് ഓരോരുത്തർക്കും കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിറവിനോളം ക്രിസ്തുവിൽ നിറയട്ടെ. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനത്തിന്റെ ഉള്ളറകളിൽ ദൈവികമായ സമാധാനം വാഴട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മൈ നീഡ് വിൽ നെവർ എംബാരസ് ഗോഡ്. ഞാൻ എന്റെ ഒരാവശ്യം കണ്ട് കർത്താവ് വരണ്ടൊന്നുമല്ല ഇരിക്കുന്നത്. നോക്ക്, കർത്താവ് ആഗ്രഹിക്കുകയാണ് ഞാൻ നിങ്ങൾ എഴുന്നേറ്റ് അതിനോട് പറയണം. ആ സാഹചര്യം എനിക്ക് എന്താണോ വേണ്ടത് അത് സൃഷ്ടിച്ചെടുക്കാനുള്ള കൃപ, അതിനുള്ള കഴിവ് എനിക്കും നിങ്ങൾക്കും കർത്താവ് തന്നിട്ടുണ്ട്. ഗോഡ് ഹാസ് മൈ ഗോഡ് സപ്ലൈസ് ഓൾ മൈ നീഡ്സ്. എന്റെ എല്ലാ ആവശ്യങ്ങളും. പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ തളർന്നിരുന്നാൽ ശരിയാകത്തില്ല, ഞാൻ താഴ്ന്നിരുന്നാൽ ശരിയാകത്തില്ല. അവിടെ ഞാൻ സൃഷ്ടിക്കും, അവിടെ എഴുന്നേറ്റ് നിൽക്കും. എന്റെ ദൈവത്താൽ ഞാൻ മടിയിൽ ചാടിക്കിടക്കും. ആ നാമം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിക്കുന്നു. ആൻഡ് യു വിൽ സീ ദ മിറക്കിൾ. അതുപോലെ ഇന്ന് ഷീന പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നോക്ക്, എല്ലായിടത്തും ജയം തരുന്ന കർത്താവിന്റെ സ്തോത്രം. യു വിൽ ബി എ വിക്ടർ ഓൾവേസ്, എവറി പ്ലേസ്. എല്ലാ സ്ഥലങ്ങളിലും ജയമായിരിക്കും. ആൻഡ് യു വിൽ ബി ഓൾവേസ് എ വിക്ടർ. ഒന്നിനും തോപ്പിക്കാം, മരണത്തിന് പോലും തോപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ മരണത്തെ ജയിച്ചവരാണ് നിങ്ങൾ. പിന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയല്ലേ മരണം. ആ മരണത്തെ ജയിച്ചവരാണ് നിങ്ങൾ. ജയിക്കാനുള്ളവരല്ല, ഓൾറെഡി യു ആർ വിക്ടേഴ്സ്. മരണത്തെ ജയിച്ചവരാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മരണമില്ല. യോഹന്നാന്റെ സുവിശേഷം 5 പറയുന്ന പോലെ മരണത്തിൽ നിന്ന് അവർ ജീവനിലേക്ക് പ്രവേശിച്ചു. ഹയർ ലൈഫാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഓൾവേസ് എ ഹയർ ലൈഫ്. സോ ഗോഡ് ബ്ലസ് യു.
ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. അനേകർക്ക് അത് അനുഗ്രഹമായി മാറട്ടെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വി ലവ് യു ആൻഡ് പ്രേ ഫോർ us ഓൾസോ. ഞങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥന ഒത്തിരി വേണം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. Until then, goodbye. God bless.